നാടൻ ചിക്കൻ കറി എപ്പിസോഡ് 2-ലെ ആ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ടെസ്റ്റിമോണിയൽ ഫോട്ടോസ് അയച്ചിട്ടുണ്ട് 2 പേര്, അരുൺ രാജും സലീം പി കെയും. ഫോട്ടോസ് നന്നായിട്ടുണ്ട്, കറി നന്നായി നടന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ നാടൻ തോരൻ, നമ്മുടെ കോവയ്ക്ക തോരൻ. കോവയ്ക്ക ആ ഒരു ക്രഞ്ചി ടെക്സ്ചർ ഉള്ളതും ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. ഈ കോവയ്ക്ക സ്ലൈസ് ചെയ്തെടുക്കാൻ മാത്രം നേരെ എടുക്കുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ്. അപ്പോൾ കോവയ്ക്ക സെലക്ട് ചെയ്യുമ്പോൾ ചെറിയ സൈസിൽ ഇത്തിരി വണ്ണം ഉള്ള കോവയ്ക്ക എടുക്കാൻ നോക്കണം. അതായിരിക്കും എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഈ റെഡ് കളർ ഇല്ലാണ്ടിരിക്കുന്നത്. കൂടുതൽ റെഡ് കളർ ഉള്ളത് ആ വലിയ സൈസിലുള്ള കോവയ്ക്കാണ്. കൂടുതൽ നമ്മളത് യൂസ് ചെയ്യണമെങ്കിൽ അതിനൊരു പുളിപ്പ് കാണും. അപ്പോൾ വാങ്ങിക്കുമ്പോഴും അത് ശ്രദ്ധിച്ച് വാങ്ങിക്കണം. അപ്പോൾ ഇത് പലതരത്തിലും സ്ലൈസ് ചെയ്യാം, പക്ഷേ സ്ലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് കനം കുറയാതെ നോക്കണം, എന്നാലേ ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. പിന്നെ ഞാനിവിടെ സ്ലൈസ് ചെയ്തേക്കുന്നത് പകുതി നീളത്തിൽ മുറിച്ചതിന് ശേഷം ചോപ്പ് ചെയ്ത് ഹാഫ് സർക്കിൾ പോലെയാണ് ഞാൻ എടുക്കുന്നത്. അതല്ല, നമുക്ക് സർക്കിളായിട്ടും അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നീളത്തിലും അരിഞ്ഞെടുക്കാം. അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എൻ്റെ കപ്പ് മെഷർ 1 കപ്പ് 240 ml കപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് ചെറിയ മിക്സി ജാറിലേക്ക് 2 ചുവന്നുള്ളി, 2-3 ഉണക്കമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് കറക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ച് കിട്ടും. ഇതിപ്പോൾ കല്ലുമ്മലായാലും ചെയ്യാം, പക്ഷെ മിക്സിയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നന്നായി എനിക്ക് തോന്നാറ് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കറക്കിയതിന് ശേഷം നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടി കറക്കാം. ഒരു 5 സെക്കൻഡ് കറക്കിയാൽ മതി. ഇത് പേസ്റ്റായി പോകരുത്, ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ അത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണയാണ് ഇതുപോലത്തെ തോരന്, നമ്മുടെ നാടൻ തോരനൊക്കെ ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊടിക്കാം. ചിലർക്ക് ഇതിലിത്തിരി നല്ല ജീരകം ചേർക്കുന്നതും ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 സവാള ചോപ്പ് ചെയ്തത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ചുവന്നുള്ളി ആണെങ്കിലും നല്ലതാണ്, ടേസ്റ്റ് ഒന്നും കൂടി കൂടും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞളിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒന്ന് കളർ മാറി തുടങ്ങി. അപ്പോൾ നമുക്ക് നമ്മുടെ കോവയ്ക്ക അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്യാം. ഇനി നന്നായി തീ കൂട്ടി വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ മഞ്ഞളിൻ്റെ കളർ എല്ലായിടത്തും ഒരേപോലെ ആയി കഴിയുമ്പോഴേ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ സ്റ്റേജിൽ നമ്മൾ കുറവ് ഉപ്പിട്ടാൽ മതി, കാരണം ഏറ്റവും അവസാനം ഇത് ചുരുങ്ങി കഴിയുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം തന്നെ ഉപ്പ് കൂടുതലായാലും ഇത് ചുരുങ്ങിയതിന് ശേഷം ഉപ്പ് ചിലപ്പോൾ കൂടുതലായിട്ട് തോന്നും. അപ്പോൾ ഇതൊരു മിനിറ്റോളം നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കോവയ്ക്ക ഒരുപാട് കുക്കായി സോഫ്റ്റായി പോകരുത്, നല്ലൊരു ഗ്രീൻ കളർ ആവാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നടുക്ക് നമ്മൾ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ ചിരകിയത് ആ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് സൈഡിൽ നിന്ന് കോവയ്ക്ക വെച്ചൊന്ന് മൂടി കൊടുക്കാം, ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ടാണിത്. ഇനി നമുക്ക് തീ കുറച്ചതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു 4 മിനിറ്റ്, വളരെ കുറവ് നേരം മതി, 4 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ മൂടി വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് തുറന്ന് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തീ കൂട്ടി വെക്കണം. നന്നായിട്ട് ഇളക്കി ആ വല്ല വെള്ളമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ആ തേങ്ങ മിക്സ്ചറിലത്തെ നനവൊക്കെ ഒന്ന് പോയി കിട്ടിയതിന് ശേഷം ഇത് റെഡിയാണ്. കൂടുതൽ നേരം ഒന്നും ഇനി കുക്ക് ചെയ്യരുത്. നമ്മുടെ കോവയ്ക്കൊക്കെ ആ ക്രഞ്ചി ടെക്സ്ചർ ഇപ്പോഴും ബാക്കി നിൽക്കണം കടിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത് വേഗം നമുക്ക് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം, റെഡിയാണ്. റെസിപ്പി സിമ്പിൾ അല്ലേ? അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ thanks for watching and bye from Shana. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.